ശ്രീ വിജി തമ്പി, നമ്മളിപ്പോൾ ചില വിഷയങ്ങൾ സംസാരിച്ചു. അതിൽ നമുക്ക് ആദ്യം ഒന്ന് ഈ പ്രണയം നടിച്ച് കെണിയിൽപ്പെടുത്തി പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന പ്രശ്നത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിലെ ഏറ്റവും ക്ലാസിക് ഉദാഹരണം എന്ന് പറയുന്നത് മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടിയുടെ കാര്യം നമ്മൾ പല വേദികളിലും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു പ്രണയക്കെണിയിൽ അകപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത സംഭവമുണ്ടായി. ഇപ്പോൾ നോക്കൂ, കേരള പോലീസ് മധ്യപ്രദേശ് പോലീസുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, 16 വയസ്സാണ് വിവാഹം കഴിക്കുമ്പോഴുള്ള പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുറ്റകരമായ മൗനം ഈ സമൂഹത്തിൽ നിന്നും, കേരള സമൂഹത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു മൗനം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പ്രകടമാകുകയാണ്. എന്താണ് ഈ ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ വിളിച്ചുണർത്താനുള്ള ഒരു വഴി? നമ്മൾ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ള ശ്രീ ഹാഷിം പറഞ്ഞു, ശ്രീമതി മാധവിക്കുട്ടി അവരുടെ മതത്തിലേക്ക് വന്നുകൊണ്ട് എന്താണ് നേട്ടമെന്ന്. ശ്രീമതി മാധവിക്കുട്ടി എന്ന് പറയുന്ന ലോക പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. അവരെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയാണ് അവരെ മതം മാറ്റിയത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ട്രാപ്പാണത്. ഞാൻ പറഞ്ഞത് ലവ് അല്ല, ലവ് ജിഹാദല്ല, ട്രാപ്പ് ജിഹാദ് എന്ന് പറഞ്ഞത്. ആ ട്രാപ്പിൽപ്പെടുത്തി അവരെ അവരുടെ സ്വധർമ്മത്തിൽ നിന്ന് മാറ്റി, മാധവിക്കുട്ടി എന്നുള്ള പേര് മാറ്റി കമലയ സുരയ്യ എന്നുള്ള പേര് നൽകി. ഒടുവിൽ അവർ തന്നെ അവരുടെ മരണത്തിന് മുമ്പ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് അതിനെ അവർ പല ആൾക്കാരോടും പറയുകയും അവരെഴുതുകയും ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അവരെ ചതിച്ചതാണ്. അതുപോലെ ചതിയുടെ കഥകൾ ഒരുപാടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ കഥയാണ് നമ്മൾ കഴിഞ്ഞ കുംഭമേള സമയത്ത്, പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള സമയത്ത് നമ്മുടെ ഇവിടുത്തെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും എല്ലാ ഓൺലൈൻ മീഡിയകളും വളരെ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച ഒരു പെൺകുട്ടിയാണ്. അവിടെ ഈ രുദ്രാക്ഷം വിൽക്കാനും മാല വിൽക്കാനും വന്ന ഒരു മധ്യപ്രദേശുകാരിയായ ഒരു പെൺകുട്ടി. ആ കുട്ടിയെ, കാരണം കുംഭമേളയുടെ മറ്റൊരു കാര്യങ്ങളും പറയാൻ ഇവിടുത്തെ ചാനലുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ കഴിയാത്തതുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തെ എടുത്ത് ആ കുംഭമേളയെപ്പറ്റി പറയും വേണം, പക്ഷേ കുംഭമേളയുടെ മഹത്വം പറയാനും പാടില്ല എന്ന് പറഞ്ഞ് ഓവർ പബ്ലിസിറ്റി കൊടുത്തു. അപ്പോൾ ആ കുട്ടിയെ ട്രാപ്പ് ചെയ്ത്, പ്രായപൂർത്തിയാകാത്ത, അത് ഒരു ട്രൈബലായിട്ടുള്ള കുട്ടിയെ, അങ്ങനെ ഒരു കുട്ടിയെ ട്രാപ്പ് ചെയ്ത് അതിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ കൃത്യമായ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്തിട്ട് വിവാഹം നടത്തി. ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തുമ്പോൾ അവിടെ ഹിന്ദു മതത്തിൽപ്പെട്ട പല ജാതിയിൽപ്പെട്ടവർക്കും വിവാഹം കഴിക്കാം, പക്ഷേ ഒരു മിശ്ര വിവാഹം ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ല. അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തേണ്ടതാണ്. അതിന് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് ഇട്ട് ആ നോട്ടീസ് കാലാവധി കഴിഞ്ഞ് നടത്തേണ്ടതാണ്. അതെല്ലാം കൂട്ടുപിടിച്ചത് ഇവിടെ എന്ത് പറഞ്ഞാലും ചാടി ഇറങ്ങുന്ന ചില CPM നേതാക്കൾ. അപ്പോൾ അത് ഇപ്പം വലിയൊരു ഇഷ്യൂ ആയി മാറി. മധ്യപ്രദേശിൽ നിന്ന് അന്വേഷണ സംഘം കേരളത്തിൽ വന്നപ്പോൾ ആ പോലീസുകാർക്ക് യാതൊരുവിധ സഹായവും കേരള പോലീസ് ചെയ്തു കൊടുത്തില്ല. കേരളത്തിലുള്ള ഈ പറഞ്ഞ വ്യക്തിയെയും ഈ പെൺകുട്ടിയെയും ഒന്ന് കാണാൻ പോലും മധ്യപ്രദേശ് പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആ കുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു. അപ്പോൾ അത് അടുത്ത ട്രാപ്പാണ്. ആ ട്രാപ്പ് ഗർഭിണിയാക്കി. അപ്പോൾ ഇനിയും ആ കുട്ടി അവരിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ട്രാപ്പുകളാണ്. അതുപോലെ ഇവിടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നായിക നടി, ആ നായിക നടിക്ക് 100 കോടി രൂപ ഓഫർ ചെയ്തെന്ന് പറയുന്നു. അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ, അവർക്കിപ്പോൾ കുടുംബമില്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്, അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ 100 കോടി രൂപ അവർക്ക് ഓഫർ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ നടക്കുന്നു. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ലവരായ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ചീത്തയാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത്. ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതുകൊണ്ട് ഒരു വലിയ സമുദായം, ഒരു സമാജം ഇതിൽ മോശക്കാരായി മാറുന്നു. അവർക്ക് നാളെ ജോലി കിട്ടാതെ വരുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ഹോട്ടലുകളിലും മറ്റാൾക്കാർ കയറാതെ വരും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ വിഷുക്കാലത്ത് ഇന്ന് മലയാള സിനിമയിലെ ഒരു പ്രശസ്തയായ ഒരു നായിക നടി, അവർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, എൻ്റെ ഉണ്ണിക്കണ്ണന് വെണ്ണയാണ് ഇഷ്ടം. അതിനെതിരെ അവരെ തെറി പിടിച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ ആ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു അബദ്ധത്തിലേക്ക് പറ്റിയതല്ലേ, നമ്മൾ മതസൗഹാർദ്ദം പാലിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റുകൾ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക്
ഒരാൾക്കാണ് പറ്റിയെങ്കിൽ അത് അബദ്ധം എന്ന് പറയാം. ഇത് ഒരേ ദിവസം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇതുപോലെ രീതിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തിട്ട് വെൽ പ്ലാൻഡായിട്ട് പ്രീ പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. അതായത് ഇതിൽ കൃത്യമായി പ്രതികരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും ചെയ്താൽ ഇത് വീണ്ടും പല രീതിയിൽ ഇത് മുന്നോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പലരും പറയുന്നു ഇത് ഒരു തെറ്റ് പറ്റിയതാണെന്ന്. ഇവിടെ ഒരു ഹിന്ദുവിന് നമ്മുടെ ഏതെങ്കിലും ഇവരുടെ ഒരു ഇസ്ലാം ഒരു അവരുടെ ഒരു ഇതിൽ ഒരു നബിദിനത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒരു ഇസ്ലാം സഹോദരനിൽ നിന്ന് പന്നിയെ കഴിക്കുന്നു അല്ലെങ്കിൽ പന്നിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടാൽ അതും മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ഇവർ ഒഴിവാക്കുമോ? ഇവിടെ ഒരു പേരെഴുതിയതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെ കൈ വെട്ടിയ നാടാണ്. അത് മറക്കരുത്. അപ്പം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ സഹിഷ്ണുതയും ഈ മതസൗഹാർദ്ദവും എല്ലാം. മറ്റു മതക്കാർക്ക് ആവശ്യമില്ലേ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ പറഞ്ഞ ഓരോ ഭക്ഷണ സാധനങ്ങൾ കേരളത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്ന് പല സ്ഥലത്തും കേരളത്തിൽ ലഭിക്കുന്നത്. പല പേരുകൾ, മന്തി ആയാലും കുഴിമന്തി ആയാലും അല്ലെങ്കിൽ മറ്റേ ഷവർമ, ഷവായി എന്ന് പറഞ്ഞ്. ഇവിടെ നിങ്ങൾ ആലോചിക്കൂ, ഈ ഹോട്ടലുകളിലെല്ലാം കയറുന്ന 90% ആൾക്കാരും നിർഭാഗ്യമെന്ന് പറയട്ടെ ഹിന്ദുക്കളാണ്. അതേ സമയത്ത് ഈ ഹിജാബ് ധരിച്ചവരും ഈ പർദ്ദ അണിഞ്ഞവരും എല്ലാം പലപ്പോഴും നമ്മൾ കാണുന്നത്, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്, പലപ്പോഴും നമ്മൾ കാണുന്നത് ശുദ്ധ വെജിറ്റേറിയൻ ഹോട്ടലുകളിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ പലപ്പോഴും നമ്മുടെ ഹിന്ദുക്കൾക്ക് ഈ പറഞ്ഞ ഈ മതസൗഹാർദ്ദമായാലും ശരി, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് ഹിന്ദു എന്ന് തിരിച്ചറിയാത്ത, സനാതന ധർമ്മം എന്നൊന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ ഈ പറഞ്ഞ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു. ഇന്ന് വിശ്വ പരിഷത്ത് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സ്വാഭിമാനികളായ ഹിന്ദുക്കളുടെ ഹോട്ടലുകൾ തിരഞ്ഞു പിടിച്ച് അവിടെ മാത്രം ഭക്ഷണം കഴിക്കുക, ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഈശ്വര നിന്ദ ചെയ്യുന്നവരെ ഒഴിവാക്കാനാണ്. തീർച്ചയായിട്ടും ഹിന്ദുക്കൾ തീരുമാനിക്കുകയാണ്, ഇതുപോലുള്ള ആൾക്കാരുടെ ഹോട്ടലുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഞങ്ങൾ സ്ഥാനം വാങ്ങിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ 90% ഹോട്ടലുകളും സ്ഥാപനങ്ങളും അടച്ചു പൂട്ടേണ്ടി വരും. അതിലൊരു സംശയവുമില്ല. പക്ഷേ അവിടെയും നമ്മൾ പറയുന്നത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ ഹിന്ദുക്കളും തീവ്രമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരും. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. പാവപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതമാണ് പലരുടെയും വിളിച്ചു വരുത്തുന്നതാണ്. ഇതൊരു കയ്യബദ്ധമല്ല. സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്.